ഹായ് ഫ്രണ്ട്സ് ടൂരിട്ടുപ്പാ പറ ആ ആ ആ ആരാ നീ? ഞാനാ ജസ. ആ ഞാൻ വേറെ വീട്ടിൽ നിന്ന് വന്നതാണ്. ആരെ കാണാൻ വന്നതാ? 7 പ്രിൻസിനെ കാണാൻ വന്നതാ. 7 പ്രിൻസിനെ കാണാൻ വന്നതാ. ബാ വന്നോ. എന്നെ പറഞ്ഞോ. ഇതാ ഈ കല്ലിൽ കൈ വെച്ചോ. കൈ ശരി, ഓക്കെ വെച്ച്. അപ്പം നീ നല്ല ആളാ. വാ എന്നെ മഹാരാജാവേ. ആരാ? ജസ പാലസിനകത്ത് വന്നു. ആറാം വന്നു. ആറാം കേട്ടായിരുന്നു. ആരാ നീ? ഞാനാ ജസ. എവിടുന്ന് വന്നതാ? ഞാൻ വേറെ വീട്ടിൽ നിന്ന് വന്നതാ. ശരി, ഓക്കെ. അങ്ങനെയായിട്ട് ആറാം നോക്കി. ആറാം മനസ്സിലായി. ഓ ശരി, ഓക്കെ. ഞങ്ങൾ വരാം. എന്നെ 7 പേര് ബാക്കി 6 പേര് കൂടെ ആറാം കൂടെ വന്നു. അങ്ങനെ ഭൂമിക്ക് വന്ന് ഇറങ്ങി. അങ്ങനെ ആറാം ഭൂമിയിൽ വന്ന് ജസോട് സംസാരിച്ചുണ്ട്. ജസോ സംസാരിക്കായിരുന്നു. ഇത് കണ്ടതിന് എന്താ ഇവിടെ നടക്കുന്നത് എന്നെ ഹീറോയിന് കേട്ടായിരുന്നു. അത് കേട്ടിട്ട് അതിന് 7 ഒരു ചേട്ടൻ വന്ന് കേൾക്കുക. എന്താണ് ഹീറോയിനോട് ചേട്ടൻ പറഞ്ഞത്? ഹീറോയിൻ്റെ അങ്കിളുടെ മകനാണ്. എന്താ ഇവിടെ നടക്കുന്നതെന്ന് സസാൻ്റെ ഇടയ്ക്ക് കേട്ടായിരുന്നു. സസാക്ക് കിളി പോയാൽ എനിക്കായി. എന്ത് എന്ത് ഞാൻ ഡ്രാമന്റെ ഒരു ഹീറോ, അതിനാണ് പറയാ. എന്ത് ഡ്രാമ ആക്ടിങ് ചെയ്യാൻ പോകുന്നതാ? ആരെ കൂടെ? എന്ത് ഡ്രാമ? അത് പ്രിൻസസ് ഡ്രാമ. പ്രിൻസസ്സാ? നീ അത് പ്രിൻസസ്സാ? നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടോ? അത് ചിരിക്കായിരുന്നു. ഓ ചേട്ടാ, നിന്റെ കാര്യം ഞാൻ പറയട്ടെ. എന്നെ സസ വായക്ക് പറയായിരുന്നു. ഇതൊരു കാര്യം ഒരു ഫ്ലാഷ് ബാക്ക് പറയായിരുന്നു. ഇത് കേട്ട ചേട്ടൻ വായ മുടിയായിരുന്നു. അങ്ങനെ ആറാം കേൾക്കായിരുന്നു. എന്താ ഫ്ലാഷ് ബാക്ക്? സസ പറയായിരുന്നു. അവന് ഒരു സീനിയർ ഗേൾക്ക് പ്രൊപ്പോസ് ചെയ്യാൻ പോയാൽ സീനിയർ പറയായിരുന്നു, നീ എൻ്റെ കൊച്ചു കുട്ടി വന്ന് എനിക്ക് പ്രൊപ്പോസ് ചെയ്യാം. ഫൈനൽ ഇയർ പഠിക്കുന്ന സീനിയർക്ക് ലവ് ലെറ്റർ കൊടുത്ത്. അതുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് പറയുന്നു സസ ചിരിച്ചിട്ട്. അത് കേട്ട് സസ ചിരിക്കുന്ന കേട്ടിട്ട് ഷോക്കായിരുന്നു. അങ്ങനെയായിട്ട് ഇത് ഐഡിയ കൊടുക്കായിരുന്നു. 7 പേർ ഹീറോയിനെ സസം കൂടെയായിരുന്നു. സസ പറയായിരുന്നു. വാ സസ പറയായിരുന്നു. ആറാം എന്തോടെ പറയായിരുന്നു. ഇതാണ് ഇവൻ്റെ പേര്. ഇവനാണ് എൻ്റെ ചേച്ചി പുറകെ നടക്കുക. ഇവൻ്റെ പേര് ഇതാണ് എന്ന് പറയായിരുന്നു. ഇവൻ എൻ്റെ ചേച്ചി പുറകെ നടക്കുക. ആ ജൂലി ആൻറ്റിക്ക് വേറെ പണില്ല, എൻ്റെ ചേട്ടൻ പുറകെ നടക്കായിരുന്നു. അവർ നല്ല കാളല്ല. അവർക്ക് എൻ്റെ ചേട്ടനക്ക് ഒരു പണി കൊടുക്കണം എന്ന് ആറാമരുടെ പറയായിരുന്നു. ചേട്ടൻ മനസ്സിലുള്ളിൽ ഇരിക്കുന്നത് എനിക്കെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്കും പവറുണ്ട് എന്നെ പറയായിരുന്നു. അങ്ങനെ സസ ഓർക്കുവാനും മനസ്സിലുള്ളിൽ എന്താ ഇവിടെ ഇരിക്കുന്നത്. ഇവിടുന്ന് മുങ്ങിയിട്ട് അവളെ കൂടെ കറങ്ങാം. ഇതെല്ലാം കേട്ടായിരുന്നു സസ. അവിടെ ഇരുന്ന് മമ്മി ഇങ്ങോട്ട് വാ. അവർ മനസ്സിലിരുന്നിട്ട് ഇരിക്കായിരുന്നു. വന്നിട്ട് നിർത്തിയിട്ട് അവിടെ ഇരുന്നായിരുന്നു. ചേട്ടൻ ഓർക്കായിരുന്നു. അങ്ങനെ മമ്മി കൈ പിടിച്ചു. ചേട്ടൻ മനസ്സിലുള്ളിൽ ഇരിക്കുന്നത് ഉമ്മയൊക്കെ കേൾക്കണോ? എൻ്റെ ഇതാ കൈ പിടിച്ചോ എന്നെ സസ പറഞ്ഞായിരുന്നു. കൈ പിടിച്ചു. അങ്ങനെ ചേട്ടനെ കൈ പിടിച്ചായിരുന്നു. ചേട്ടനെ കൈ പിടിച്ചോ. നമ്മോ കൈ പിടിച്ചോ എന്ന് പറയായിരുന്നു. ചേട്ടൻ എന്തിനാ കൈ പിടിക്കാൻ? ഇല്ലമ്മ ചേട്ടൻ കൈ പിടിച്ചോ എന്ന് പറയായിരുന്നു. ചേട്ടൻ വേണ്ട, ഞാൻ കൈ വേണ്ടമ്മ എന്ന് പറഞ്ഞു. ഇതൊക്കെ കൈ ചോദിക്കാൻ പിടിച്ചോ എന്ന് പറയുന്നു. അങ്ങനെ കൈ പിടിച്ചോ. കൈ ഇങ്ങനെ ഇപ്പോൾ കേട്ടോ എന്ന് പറയായിരുന്നു. അങ്ങനെ മാജിക് യൂസ് ചെയ്തത്. ഇവിടുന്ന് പോവായിരുന്നു. ഇവിടുന്ന് പോയിട്ട് പിന്നെ എല്ലാവരും ഉറങ്ങും. അപ്പം അവളെ കൂടെ പോയിട്ട് കല്യാണം കഴിച്ചിട്ട് വരാം എന്നും മനസ്സ് ഒതുക്കിയായിരുന്നു. അങ്ങനെയായിട്ട് ഇവിടുന്ന് പോയിട്ട് അവളെ കൂടെ കറങ്ങാം, കല്യാണം കഴിക്കാം. ഇപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല. 18 വയസ്സ് പിന്നെ കല്യാണം കഴിക്കുക. അത് മാത്രം അവളെ കൂടെ കറങ്ങാം. അത് മാത്രം ഡേറ്റിങ് ചെയ്യുക. അതിന് അപ്പോൾ ഡ്രാമ നോക്കി റൊമാൻസ് ചെയ്യുക എന്നത് മനസ്സിലിരിക്കുക. ഇതെല്ലാം കേട്ട് ഹീറോയിൻ്റെ മമ്മിക്ക് ടെൻഷനായി. എടാ ഇതോടെ മനസ്സിൽ വിചാരോ. അത് മാത്രമല്ല ഉമ്മക്കറിയല്ല. പാവുമ്മ ഫ്രിഡ്ജിൽ പൈനാപ്പിൾ കേക്ക് വെച്ച് അതെടുത്ത് ഞാൻ തിന്നത്. പാവം ഇതൊക്കെ തല്ലി. ഇതെല്ലാം കേട്ട് ഷോക്കായിരുന്നു. അത് മാത്രമല്ല ഉമ്മ 100 രൂപ 200 രൂപ വെച്ചിട്ട് അത് ഞാൻ എടുത്തോണ്ട് പോയി. പാവം ഇതൊക്കെ തല്ലിവിട്ട് എല്ലാ കാര്യം പറയായിരുന്നു. ഇത് കേട്ട ബാപ്പൻ്റെ പണം കുറച്ചെടുത്ത് ഉമ്മ എടുത്ത് നിരിച്ചിട്ട് ചിരിക്കായിരുന്നു. എല്ലാം നല്ല തെറ്റിക്കാര്യം ചെയ്തത്. ഉമ്മൻ്റെ 1000 രൂപ കേൾക്കാം പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എല്ലാം പറയായിരുന്നു. ഇതെല്ലാം മനസ്സിലൊരിക്കലും കേട്ടായിരുന്നു. എണിച്ച് അവനക്ക് പിടിച്ച് തല്ലാൻ തുടങ്ങി. എന്താടാ ഇതെല്ലാം വിയറും എല്ലാം പറഞ്ഞ് തല്ലാൻ തുടങ്ങി. അപ്പം എൻ്റെ ചേട്ടനക്ക് ഷാക്കായിരുന്നു. എന്താ മമ്മിക്ക് ഇതെല്ലാം കേൾക്കും? ഇതാടാ വെച്ചൂടാ, മമ്മിക്ക് വേറെ പണില്ല. ലൂസ് ഇതാ വെച്ചു എന്ന് അടിക്കൊടുക്കായിരുന്നു. ദാസക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. തല്ലി കിട്ടിയല്ലോ ചേട്ടനിക്ക്. ഇങ്ങനെ വേണടാ ചേട്ടാ, എങ്കിൽ കളിച്ചാൽ ഇങ്ങനെ കിട്ടൂ എന്ന് പറഞ്ഞാൽ 7 പേർ നോക്കി ചിരിക്കുമായിരുന്നു. അങ്ങനെ ചേട്ടൻ ഉറങ്ങായിരുന്നു ജാവ്. അപ്പം പ്ലാൻ ചെയ്തു. പ്ലാൻ ബി, പ്ലാൻ എ. ഹീറോ ഇങ്ങനെ കൈ പിടിച്ച് ഇവർക്കെല്ലാം ഉമ്മക്ക് ചേട്ടൻ മനസ്സിലൊരിക്കൽ കേൾക്കുന്നതല്ല. അത് സസൻ്റെ പ്ലാൻ നമ്പർ 1 എ. പ്ലാൻ ബി, പ്ലാൻ
ചേട്ടനെ പേടിപ്പിക്കുന്ന പണി. അങ്ങനെ എല്ലാം ഉറങ്ങിയപ്പോൾ ആളമ്മയോട് പറഞ്ഞ് ഗോസ്റ്റ് മതി ഗെട്ടപ്പിട്ട്. അങ്ങനെ എല്ലാവരും ഓരോന്നാക്കിയിട്ട് ചേട്ടൻ പേടിപ്പിച്ച് പുറത്ത് വെളിയിൽ പോകാമായിരുന്നു ഗേൾ ഫ്രണ്ട് പേടിപ്പിച്ച്. അങ്ങനെ പേടിച്ച് പോയായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാനായിട്ട് ഒരു ചെക്കൻ പറഞ്ഞ് മാരേജ് കഴിക്കാമെന്ന്. അങ്ങനെ ഹീറോയിൻ്റെ മമ്മി പറയുന്നത് ഇങ്ങനെ ഹീറോയ്ക്ക് മാരേജ് കഴിക്കാൻ പറ്റും, ഡാഡി പ്ലാൻ ചെയ്താൽ മതി. ഒരു ചെക്കൻ നോക്കിയായിരുന്നു, പേര് നൗഫൽ. അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് ഇഷ്ടമല്ല. 7 പേർക്ക് ഹീറോയിനെ ഒരുപാട് ഇഷ്ടം. അങ്ങനെ ഹീറോയ്ക്ക് ഡ്രീം വരായിരുന്നു 7 പേര്. അവർ റിയൽ ലൈഫിൽ കാണാൻ പറ്റില്ലായിരുന്നു. ഹീറോയ്ക്ക് ഒരുപാട് സാഡായിരുന്നു. ഇത് സസോട് പറഞ്ഞു, സസൊക്കെ സാഡായിരുന്നു. അത് 7 പേർക്കും സാഡായിരുന്നു. മാരേജ് എങ്ങനെ നിൽപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയ്ക്ക് മാരേജിന് എടുക്കാൻ പോയത് പാവെന്ന്. ഇത് കേട്ടോ 7 പേരോട് ഹിസോ പറഞ്ഞ് കരയായിരുന്നു. വിഷമിക്കണ്ട, മാരേജ് ക്യാൻസലാവും, ഞങ്ങൾ തന്നെ മാരേജ് കഴിക്കുമെന്ന് പറയായിരുന്നു. അങ്ങനെ മാരേജിൽ അങ്ങനെ കഴിക്കാൻ പോകുമ്പോൾ അങ്ങനെ ഒരു ഗേൾ അയച്ചായിരുന്നു. മാജിക് സ്റ്റേറ്റ് ഒരു ഗേൾ അയച്ചായിരുന്നു. അങ്ങനെ ആ ഗേൾ വന്നു, ഇവൻ നടന്ന കാര്യം പറഞ്ഞു. കുറച്ച് പോലീസ് വന്നു. ആ ചെക്കൻ പോലീസ്, അത് ഫേക്ക് പോലീസാണ്. ഒറിജിനൽ പോലീസ് വന്നു എന്ന് പേടിച്ച് അവനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ ഓടിപ്പോയായിരുന്നു. അപ്പോൾ 7 പേർ വന്ന് ഹീറോയിനെ മാരേജ് കഴിച്ച് അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം സമാധാനമായി, എൻ്റെ രീതിക്ക് മാരേജ്, ആഹാ സന്തോഷം എന്ന് പറയായിരുന്നു. ഹീറോയിനോട് ചേട്ടൻ അവർക്ക് ഭയങ്കര മാജിക്, അവർ ആരാണെന്ന് പറയായിരുന്നു. ഹീറോയിൻ്റെ ഫാമിലി അറിയും, അങ്കിൾക്കറിയും. അങ്ങനെ മാരേജായി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. അവർക്ക് കുട്ടികൾ ജനിച്ചു 8 ബേബീസ്, ഒരു ഗേൾ ബേബി 7 ബോയ് ബേബി. അങ്ങനെ ആ മാജിക് വേൾഡ് അവർക്കും മമ്മിയുടെ അടിക്ക് വരും. അങ്ങനെ മാജിക് വേൾഡ് 7 പേർ പോയി ഹീറോയിൻ മാരേജ് കഴിച്ച്. ഇപ്പോൾ ചേട്ടായിരുന്നു. എൻ്റെ ചേട്ടനക്ക് പഠിക്കാൻ തരും. ഇപ്പോൾ ഹീറോയിൻ്റെ ചേട്ടൻ ഡാഡിമാർ ബിസിനസ് ഡോക്ടർമാർ ഇത് പറഞ്ഞ ഇത് മാജിക്കിന് എന്ത് പറഞ്ഞ സയൻസ്. ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞ ഹീറോയിൻ്റെ അനിയൻ, ചേട്ടനല്ല, ഹീറോയിൻ്റെ അനിയൻക്ക് ഇതുള്ള സയൻസ് പഠിക്കാൻ ഡാഡി മതി. അങ്ങനെ അവനക്ക് പഠിച്ചു കഴിഞ്ഞു. അത് മാത്രം പഠിച്ചിട്ട് കഴിഞ്ഞ് ഇപ്പോൾ ജോലിയെല്ലാം ചെയ്യുന്നതാണ്. ഇപ്പോൾ അനിയനക്ക് മാരേജ് കഴിക്കാൻ നോക്കായിരുന്നു. അങ്ങനെ ആയിട്ട് മാരേജ് നടന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഇയർ കോളേജ് പഠിക്കാറുന്നതൊക്കെ ടെൻഷനാവുക എന്ന് പറഞ്ഞു. ഇങ്ങനെയായിട്ട് ശരി കൊറിയൊക്കെ പോയിട്ട് വരാം എന്ന് പറഞ്ഞവർക്ക് മാജിക് യൂസ് ചെയ്ത് അറിയാതെ കൊറിയന് പോയി ഒരു ആക്ടറിൻ്റെ മേളെ വീണത്. അത് ഫ്ലിക്സ് ആയിരുന്നു. ഷോക്കായിരുന്നു. അയ്യോ എന്ന് പറയും.